അപ്പൊ അംഗീകരിച്ചായിട്ട് കണക്കാക്കുന്നു. അടുത്ത നമ്മുടെ ബൈഡോ വായിച്ച് വരുത്തുക. അതാണ് നമ്മുടെ ബൈഡോ ഇപ്പം വായിക്കും. അതില് അതിന് വേണ്ട തിരുത്തലുകൾക്ക് നിങ്ങൾക്ക് പറയാം. ബൈഡോ മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടായിരിക്കാം. അത് അടുത്ത ബൈഡോയുടെ ഇതിലേക്ക് പോവാണ്. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ട്രഷറർ ജിൻസ് മാത്യുവിനെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹലോ, നമ്മുടെ ഗോൾഡൻ സ്റ്റോർ എന്റർടൈൻമെന്റ്സ് രൂപീകരിച്ചപ്പോൾ നമ്മളൊരു നിയമാവലി റെഡിയാക്കി നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ കൊടുത്തിരുന്നു. അപ്പൊ അത് നമ്മുടെ മെമ്പേഴ്സിന് മുമ്പിൽ കറക്റ്റായിട്ട് വായിക്കണമെന്ന് പല പ്രാവശ്യം നമ്മൾ വിചാരിച്ചെങ്കിലും പലപ്പോഴും അത് വായിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഇതിലാണ് നമ്മൾ അതിനകത്ത് കറക്ഷൻസ് വന്ന കുറച്ച് പുതുക്കി നിശ്ചയിക്കണമെന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം വായിച്ചത്. അപ്പം ആദ്യമായിട്ട് നിയമാവലി മുഴുവനായിട്ട് വായിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോട് കേട്ടിരിക്കുക. സൊസൈറ്റിയുടെ പേര് ഗോൾഡൻ സ്റ്റോം എന്റർടൈൻമെന്റ്സ്. ഓഫീസ് അഡ്രസ് ഗോൾഡൻ സ്റ്റോം എന്റർടൈൻമെന്റ്സ്, V206 60/49E, 3rd ഫ്ലോർ, JC ചേംബേഴ്സ്, പനമ്പള്ളി നഗർ, എറണാകുളം. പ്രവർത്തന പരിധി എറണാകുളം, കേരള. ഉദ്ദേശ ലക്ഷ്യങ്ങൾ: സിനിമ എന്ന ജനകീയ കലയെ കൂടുതൽ ആളുകളിൽ എത്തിക്കുക. 2, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചു പേരെ ഒന്നിപ്പിക്കുക. 3, മെമ്പേഴ്സിന്റെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വേദിയായി മാറുക. 4, വിവിധ ഭാഷകളിലുള്ള വിവിധ രാജ്യങ്ങളിലുള്ള സിനിമകളുടെ പ്രദർശനം നടത്തുക വഴി അംഗങ്ങൾക്ക് ഒട്ടേറെ സിനിമകൾ കാണാനും വിലയിരുത്താനും അതുവഴി ഒരുപാട് സിനിമകൾ സൃഷ്ടിക്കപ്പെടുവാൻ അവർക്ക് ഉത്തേജകമേകുകയും ചെയ്യുക. 5, ഒറ്റയ്ക്ക് ഒരു സിനിമ ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതുന്നവരെ കൂട്ടായ്മയിലൂടെ കൈപിടിച്ചുയർത്തുക. സിനിമയിൽ പ്രതിഫലർച്ച കൂടാതെ ഒരു കൂട്ടായ്മയായി സിനിമ ചെയ്യാനും സിനിമ ലാഭത്തിലാവുമ്പോൾ വർക്ക് ചെയ്തവർക്ക് പ്രതിഫലം ലാഭവിഹിതമടക്കം നൽകുകയും ചെയ്യുക. 6, സിനിമയിൽ അഭിനയിക്കാനും വർക്ക് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് അതിന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. 7, ആക്ടിംഗ് ക്ലാസുകളും ഫിലിം മേക്കിംഗ് വർക്ക്ഷോപ്പുകളും നടത്തുക വഴി ഫിലിം സ്കൂളുകളിൽ പോയി പഠിക്കാനുള്ള സാമ്പത്തികമില്ലാത്തവരെയും സിനിമ ചെയ്യാൻ പ്രാപ്തരാക്കുക. 8, ഷോർട്ട് ഫിലിമുകളും പരസ്യങ്ങളും അംഗങ്ങളെ കൊണ്ട് നിർമ്മിച്ച് മാർക്കറ്റ് ചെയ്യുക വഴി അവരുടെ കഴിവുകൾ വളർത്തുകയും സിനിമകൾ ചെയ്യാനുള്ള ആത്മവിശ്വാസം അവരിൽ ഉണ്ടാക്കുകയും ചെയ്യുക. 9, അവശ്യ കലാകാരന്മാരെ സഹായിക്കുകയും അവർക്ക് കൂടി ഒരു വരുമാന മാർഗം ഉണ്ടാക്കി നൽകുകയും ചെയ്യുക. 10, സിനിമയിൽ സാങ്കേതിക രംഗത്തും മാർക്കറ്റിംഗ് രംഗത്തും മാറി വരുന്ന പുതിയ ടെക്നോളജികൾ അംഗങ്ങൾക്ക് പകർന്നു നൽകുന്നതിന് ആവശ്യമായ സെമിനാറുകളും ചർച്ചകളും നടത്തുക. 11, സിനിമയുടെ എല്ലാ മേഖലകളിലുമുള്ള ടെക്നീഷ്യന്മാരെ വളർത്തിയെടുത്തുകൊണ്ട് നല്ല നല്ല സിനിമകൾ സൃഷ്ടിക്കുക. 12, ഒരു സിനിമ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത കുറച്ച് പ്രൊഡ്യൂസേഴ്സിനെ കണ്ടെത്തി അവരെ ഒന്നിപ്പിച്ച് നിർത്തി സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും സൊസൈറ്റിയിൽ നിന്നും ആ ഫിലിമിൽ വർക്ക് ചെയ്യുന്നവരുടെ പ്രതിഫലം കുറച്ചുള്ള എമൗണ്ട് ഈ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും കണക്ട് ചെയ്ത് സിനിമ ചെയ്യുകയും സിനിമ വിജയിച്ച് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആയവരുടെ വർക്കിംഗ് പ്രതിഫലം ലാഭമടക്കം അവർക്ക് വീതിക്കുകയും അവർക്ക് കിട്ടുന്നതിന്റെ 10% സൊസൈറ്റിയിൽ ലെവി പോലെ വാങ്ങിക്കുകയും ആ ലെവിയായി വാങ്ങിയ എമൗണ്ടിൽ നിന്നും 3 to 5% എല്ലാ സൊസൈറ്റി മെമ്പേഴ്സിനും വാർഷിക ഡിവിഡന്റായി വീതിച്ച് നൽകുകയും ബാക്കി തുക സൊസൈറ്റിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്താനായി വിനിയോഗിക്കുകയും ചെയ്യുക. 13, സ്വന്തമായി സിനിമ ചെയ്യാനുള്ള ഫണ്ട് ആകുമ്പോൾ അംഗങ്ങൾക്ക് വേണ്ടി നല്ല നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി രൂപീകരിക്കുക. 14, OTT സാറ്റലൈറ്റ് മേഖലകളെ കുറിച്ച് അംഗങ്ങൾക്ക് പരിജ്ഞാനം നൽകുകയും അത്തരം മാർക്കറ്റിംഗ് രീതികൾ പരിശീലിപ്പിക്കുകയും ചെയ്യുക. സ്വന്തമായി ഒരു OTT പ്ലാറ്റ്ഫോം ആരംഭിക്കുകയും അംഗങ്ങൾക്ക് സിനിമകൾ മാർക്കറ്റ് ചെയ്യാൻ വേദിയൊരുക്കുകയും ചെയ്യുക. 15, സമൂഹത്തിൽ പല രീതികളിലും കഷ്ടപ്പെടുന്നവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സാമൂഹിക അവബോധവും സാമ്പത്തിക ശേഷിയുമുള്ള ഒരു കൂട്ടം ആളുകളെ ഈ സൊസൈറ്റിയിലൂടെ വാർത്തെടുക്കുക. അവരുടെ നാനാ തുറകളിലുള്ളവർക്ക് രോഗങ്ങളിലും സാമ്പത്തിക പരാധീനങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും ഒക്കെ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികളിൽ ഒരു തണലായി മാറുക. അടുത്തത് അംഗത്വം. 1, സിനിമയെ സ്നേഹിക്കുകയും സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആർക്കും പ്രായപരിധി ഇല്ലാതെ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. 2, അംഗമായി ചേരുന്നവർ ലൈഫ് ടൈം മെമ്പർഷിപ്പ് ഫീസായി 1250 രൂപ അടയ്ക്കേണ്ടതാണ്. 3, മെമ്പർഷിപ്പ് ഫീ ഒരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 4, മെമ്പർഷിപ്പ് എടുക്കുന്നവർ അപേക്ഷയോടൊപ്പം ആധാർ കാർഡിന്റെയോ പാസ്പോർട്ടിന്റെയോ കോപ്പിയും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നൽകേണ്ടതാണ്. 5, അപേക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം അംഗത്വം നൽകാനോ അപേക്ഷ തള്ളിക്കളയാനോ ഉള്ള തീരുമാനം ഭരണസമിതിയുടെ വിവേചനാധികാരം അനുസരിച്ചായിരിക്കും.
അന്നത്തെ ഫീസിന് റെസീപ്റ്റ് നൽകുന്നുണ്ടായിരിക്കും. സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് കാർഡ് നൽകുന്നതിന് കാലതാമസം ഉണ്ടായേക്കാം. അതുപോലെ ഈ മെമ്പർഷിപ്പ് കാർഡ് സൊസൈറ്റിയുടെ വെറും അംഗത്വത്തിനുള്ള തെളിവ് മാത്രമാണ്. മറ്റ് സിനിമ സെറ്റുകളിലൊന്നും ഈ കാർഡിന് യാതൊരുവിധ വാല്യൂവും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ അംഗങ്ങൾക്കും ഒരു ഷെയർ എന്ന രീതിയിൽ സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് സിനിമ ചെയ്തതിനുള്ള പ്രതിഫലത്തിന്റെ ലെവി സൊസൈറ്റിക്ക് ലഭിച്ചതിന് ശേഷം മുതലുള്ള വർഷങ്ങളിലെ ലെവിയുടെ 3 തൊട്ട് അല്ലെങ്കിൽ 5% വരെ 3 to 5 ഭരണസമിതിക്ക് കൈക്കൊള്ളാവുന്നതാണ്. 9 ഏതൊരംഗത്തിനും മെമ്പർഷിപ്പ് ഫീക്ക് പുറമെ അവരവരുടെ കഴിവിനനുസരിച്ചുള്ള തുക സൊസൈറ്റിക്ക് നിക്ഷേപം പോലെ നൽകുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിക്ഷേപിക്കുന്നവർക്ക് ആ തുകയ്ക്ക് മിനിമം 1000 രൂപയ്ക്ക് ഒരു ഷെയർ എന്ന പോലെ ലെവിയുടെ 3 തൊട്ട് 5% വാർഷിക ഡിവിഡന്റ് വീതിക്കുന്ന വർഷങ്ങളിൽ എക്സ്ട്രാ ഡിവിഡന്റ് നൽകുന്നതുമാണ്. 10 ആ നിക്ഷേപത്തൊക്കെ പിൻവലിക്കാൻ കഴിയുന്ന മിനിമം കാലാവധി 5 വർഷമായിരിക്കുകയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം ആ തുക തിരികെ നൽകാവുന്നതുമാണ്. തിരികെ വാങ്ങുന്ന വർഷം മുതൽ ആ അംഗത്തിന് എക്സ്ട്രാ നൽകുന്ന ഡിവിഡന്റ് നഷ്ടമാകുന്നതുമായിരിക്കും. പിന്നെയും പ്രവർത്തിച്ചവരൊക്കെ പണം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതിന്റെ ഉറങ്ങിയിട്ടില്ല. ഇംഗ്ലീഷിൽ പല ദിവസങ്ങൾ ഞാൻ ഇടയ്ക്ക് ഞാൻ ടെൻഷനാകും, സുമിസാർ ടെൻഷനാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ചീത്തോട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആ ഒരു സമയത്തേക്കുള്ള ആ ടെൻഷനുകൾ ഇതുപോലെ അത്രത്തോളം ഭയങ്കര ടെൻഷൻ പിടിച്ച ഒരു പണിയാണ് ഒരു സിനിമ ഇറക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരി ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് എല്ലാവരും മനസ്സിലാക്കണം. അപ്പം എന്തെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചാൻസ് തന്നില്ല എന്നതിന്റെ പേരിൽ ഓണശോല മൊത്തത്തിൽ അടച്ചാൽ ആരും കുറ്റം പറയരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നാളെ നമ്മൾ ഒരുമയോടെ നിൽക്കുകയാണെന്ന് ചോദിച്ചാൽ നാളെ നമുക്ക് ഓണശോയുടെ പേരിൽ തന്നെ നമുക്ക് ഒരു പക്ഷേ പടവെടുക്കാൻ പറ്റും. അത് തന്നെയല്ല, ഓണശോ വന്നതുകൊണ്ട് ഈ ഓണശോന്റെ കൂട്ടത്തിൽ നിന്ന് പലരും സ്വന്തമായിട്ട് ഷോർട്ട് ഫിലിമുകൾ എടുത്തില്ലേ, അതിലെ മെമ്പർമാരൊക്കെ ഏകോപിച്ചല്ലേ. ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രൊഡ്യൂസർ ആയതുപോലും എനിക്ക് ഈ ഓണശോയിൽ വന്നതുകൊണ്ട് പാത്രം കിട്ടിയ ഗുണമാണ്. അപ്പൊ ഓണശോ കൊണ്ട് ആർക്കൊക്കെയാ ഗുണമില്ലാതെ പോയത്? ഇനി ഒന്നും ആകാതെ പോയവർക്ക് പോലും ഇനി നാളെ ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ ഭാവിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ ചർച്ച നമുക്ക് പുറകെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും പറ്റും. ഓക്കെ, താങ്ക് യു. ഇനി ഞാൻ ഇതിന്റെ ബാക്കി ഒരു കാര്യം ഓർത്തോണ്ട് പറയണേ. അദ്ദേഹം പറഞ്ഞ ശരിയാണ്. ഞാൻ ഉള്ള സത്യം പറയും. ഞാൻ ഒരു ഉള്ളിലൊരു ധൈര്യത്തിന് പുറത്ത് വാങ്ങണ്ട. ശരി, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തേക്കാം. ആ സമയത്ത് എന്റെ അക്കൗണ്ടിൽ ഒരു 2000 രൂപ ഞാൻ എന്ത് ചെയ്യും? ഉള്ള കാര്യമാണ്. ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ശരി, ഇവിടെ OTTക്ക് വേണ്ടിയല്ലേ ചെയ്യാം. 2 തിയേറ്റർ നമ്മുടെ ആൾക്കാർ 2 തിയേറ്റർ ആ ഒരു ഉദ്ദേശമുള്ളൂ. പക്ഷെ ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഇറങ്ങി ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഒരു 5 ലക്ഷം രൂപ അങ്ങനെ പോയി. ഇപ്പൊ അതൊരു വലിയ പടം. അത് ഞാൻ പറഞ്ഞില്ലേ, അതെന്താ ആ സമയത്ത് ദൈവം തോന്നിപ്പിച്ച ഒരു കോൺഫിഡൻസിനോട് ഗിരീഷേട്ടൻ അപ്പൊ എനിക്ക് പൈസ തന്നു. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഭാഗങ്ങളിലേക്കും പോകാം. പക്ഷെ ഇതിനകത്ത് എപ്പോഴും നെഗറ്റീവ് കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും നെഗറ്റീവ് മാത്രമേ നമ്മുടെ മൈൻഡ് സെറ്റിൽ പോകാൻ പറ്റും. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഇപ്പൊ തന്നെ 2 പ്രൊഡ്യൂസർമാർ ഓൾറെഡി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ പടത്തിനോട് വാർത്തകളൊക്കെ വന്നപ്പോ 2 പേര് ഒന്ന് രാത്രി ഒരാളെ കാണാൻ പോകണം. ഇതൊക്കെ നടക്കും. നമുക്ക് എല്ലാവരും രക്ഷപ്പെടാൻ എല്ലാവരും നമ്മളെ തളർത്തിയ എന്റെ അമ്മയുടെ കൈ വരെ ഒടിഞ്ഞിട്ട് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ ആ കഥ അതിന്റെ ഇടയ്ക്ക് ഈ സിനിമ ഇതെല്ലാം എനിക്ക് ആ ഒരു ധൈര്യം ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ മൈൻഡ് താഴെ പോകും. അപ്പോഴാണ് ഗ്രൂപ്പിൽ നമ്മളെ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രഷറുണ്ട്. ഓരോ സമയത്ത് ഷൂട്ടിംഗ് ഒക്കെ ചില 4-5 ദിവസം നൈറ്റിൽ എടുക്കുമ്പോഴാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പലതും തരണം ചെയ്താണ് നമ്മൾ ഈ പടം പൂർത്തീകരിക്കുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ടാണ്. സപ്പോർട്ട് ഒരു ബാക്കിക്കൂടെ സുരക്ഷ ഓക്കെ നിങ്ങൾ പൊക്കോ, ഞങ്ങളുണ്ട്, അത് മാത്രം കേട്ടാൽ മതി. നമുക്ക് അപ്പോൾ കിട്ടുന്ന ധൈര്യം ഒരു ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അഭിനയിക്കാൻ സെലക്ടായി ചാൻസ് കിട്ടാത്തവരോട് ആരും സങ്കടപ്പെടണ്ട. ഞങ്ങളുണ്ട്, നമ്മളാണ്. നമ്മുടെ ഈ ഓണ ഷോകളിൽ ഇനിയും അവസരങ്ങൾ വരും, ഇനിയും പടങ്ങൾ വരും, ഷോർട്ട് മൂവികൾ വരും. നമ്മൾ അതായത് പിന്നെ റസാഖ് ഷോർട്ട് മൂവികൾ എടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ മെമ്പർമാരെ കുറെ പേരെ കയറ്റിയില്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഓണ സ്റ്റോമിൽ നിന്നതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളാണ്. അപ്പൊ അത് എല്ലാവരും മനസ്സിൽ വയ്ക്കുക. കിട്ടാത്തവര് സങ്കടപ്പെട്ട കാര്യമില്ല. സംസാരിച്ച ഗ്രൂപ്പിൽ ഞാൻ കണ്ടിരുന്നു എടുക്കാൻ പോകുമെന്ന് പറഞ്ഞ് എടുത്തില്ല.
അപ്പൊ ഇവരെ സെലക്ട് ചെയ്യില്ലേ വരികയാണെങ്കിൽ? അത് മതി. അതിനൊരു ഇതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത് എടുക്കുന്നു എന്ന് പറഞ്ഞ കാര്യപരമായിട്ട് അറിഞ്ഞില്ല. എന്നാലും സെലക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് അതൊക്കെ ഒരു പ്രയോജനമാണ്. ഇപ്പൊ ഇതുകൊണ്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. പലരും പരസ്പരം അറിയാൻ കഴിഞ്ഞതിലൊക്കെ. ഓക്കെ, റിപ്പോർട്ട് വായിക്കുന്നു. റിപ്പോർട്ടിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഭക്ഷണ സമയത്ത് ആലോചിച്ച് തീരുമാനിച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമുക്ക് എന്റെ കയ്യിൽ ഞാൻ കയറിയതിനു ശേഷമുള്ളത് ഈ ഇതുവരെയുള്ള കണക്കാണ്. അപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് 17,273 രൂപ. അക്കൗണ്ട് 10,244 രൂപ 17 പൈസയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് 701 രൂപ കിട്ടി. അത് മെമ്പർഷിപ്പ് ഫീ ബാങ്കിലേക്ക് വന്നത് 17,500 രൂപ വന്നിട്ടുണ്ട്. മെമ്പർഷിപ്പ് ഫീ ക്യാഷ് ആയിട്ട് കിട്ടിയത് 16,250 രൂപ. പിന്നെ മീറ്റിംഗ് ഫീ ത്രൂ ബാങ്കിലേക്ക് വന്നത് 7,700 രൂപ. മീറ്റിംഗ് എൻട്രി ഫീ ത്രൂ ക്യാഷ് ആയിട്ട് കിട്ടിയത് 16,750 രൂപ. പിന്നെ ലോൺ ഫണ്ട് നമ്പർ, അതായത് അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റാത്തവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ക്യാഷാണ് 4,120 രൂപ. അതുപോലെ നമുക്ക് എക്സ്പെൻസ് ആയിട്ടുള്ളത് ആനുവൽ മീറ്റിംഗിന്റെ എക്സ്പെൻസ് 18,900 രൂപ. ഓഡിറ്റ് ഫീ കൊടുത്തത് 3,000 രൂപ. മെമ്പർഷിപ്പ് ഫീ റീഫണ്ട് ചെയ്തത്, അതായത് മറ്റേ വിജയ് എന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തില്ലേ ആ പൈസ 1,250 രൂപ. ഓഫീസ് എക്സ്പെൻസിന് 14,049 രൂപ. ട്രാവലിംഗ് ആൻഡ് ഫുഡ് എക്സ്പെൻസ് അങ്ങോട്ട് പോയ യാത്രയുടെ 10,012 രൂപ. പിന്നെ അതായത് നമ്മുടെ സതീഷിന്റെ അച്ഛൻ മരിച്ചപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചപ്പോൾ അതിന് ചെലവായ 480 രൂപ. നമുക്ക് എക്സ്പെൻസ്, അതായത് ചെറിയ ചെലവുകൾ വന്നതാണ് 3,048 പൈസ. അപ്പൊ അങ്ങനെ ആക്സിസ് ബാങ്കിൽ ബാലൻസ് 40,808 രൂപ 42 പൈസ. ആ ക്യാഷ് ആയിട്ട് വന്ന ടോട്ടൽ കൂട്ടുമ്പോൾ 88,538 രൂപ 17 പൈസയാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ നിലവിലുള്ളത്. ഇനി അതിനുശേഷമുള്ള ഈ മീറ്റിംഗിന്റെ എക്സ്പെൻസ് ചെലവുകളൊക്കെ വേറെ ഉണ്ട്. അത് നമുക്ക് അടുത്ത മീറ്റിംഗിലാക്കി ഇനി അത് ആർക്കെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് കയ്യിലുണ്ട്. അത് ഇത് വായിക്കേണ്ടാത്തതുകൊണ്ടാണ് കയ്യിൽ വെച്ചിട്ടുള്ളത്. സംശയമുള്ളവർക്ക് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ വായിക്കാൻ തരാം. സംശയങ്ങൾ നോക്കിയിട്ട് ആർക്കെങ്കിലും ചോദിക്കാനൊക്കെ ചോദിക്കാം. ഇനി ആഹാരം ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ നമ്മുടെ ബ്രേക്ക് പറയാണ്. നമുക്കൊരു 1 മണിക്കൂർ ബ്രേക്ക്, 1:45 ആവുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഫുഡ് വെളിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് 1:45 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഫ്രണ്ടിലൊരു അടുത്തായി സജിത്ത് തുറവു. അത് കഴിയട്ടെ, നമുക്ക് പറയാൻ അവസരം പിന്നെ കൊടുക്കാം. മെമ്പർഷിപ്പ് കാർഡ് കൊടുത്തുവിടാം ആദ്യം. മെമ്പർഷിപ്പ് വിതരണം നൽകേണ്ട നമ്മുടെ സെക്രട്ടറി ശൈലജ മേഡത്തെ ക്ഷണിച്ചോളൂ. ഫൈസലിക്കയുടെ അദ്ദേഹം 3 ഫൈസലിക്കയുടെ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ട്രഷററെ ക്ഷണിച്ചോളൂ. ഫോട്ടോ അജു പുല്ലൂർ. ഇനി ഇതിനകത്ത് കാർഡ് കിട്ടാൻ, ID കാർഡ് കിട്ടാൻ ആരെങ്കിലും ഉണ്ടോ? പ്രണവ് മോളി, ജോയിന്റ് സെക്രട്ടറി ബിജെപി. ഉച്ചടത്തിരിക്കുന്നു. ഇനി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ കാർഡ്? ID കാർഡ് കിട്ടാനുണ്ടോ? നമുക്കൊരു കോർഡിനേറ്റേഴ്സിന് കാണാം. അപ്പൊ അതിന്റെ ഒരു കാര്യം, കാരണം നമുക്ക് ഒരു കാര്യം എളുപ്പം ആക്സസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഗോഡസ്റ്റോമിൽ അത് ഒരു സിനിമയെ കുറിച്ച് കൂടുതൽ അറിയിക്കാനും, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ സിനിമ അല്ലാതെ ഒരു ആവശ്യം വന്നാലും ഓടിച്ച് ചെല്ലാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു കോർഡിനേഷൻ ഗ്രൂപ്പ് കാണാം. അപ്പൊ അതിന് എല്ലാ ജില്ലകളിലും നമുക്ക് ഓരോ ആളുകൾ സെലക്ട് ചെയ്യണം. അതിന്റെ കാര്യമാണ്.
അപ്പൊ ജില്ല അനുസരിച്ച് വിളിക്കാം. അപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടെ നമുക്ക് ലാസ്റ്റ് തീരുമാനിക്കാം. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രവർത്തിക്കുന്ന വിചാരിച്ചിട്ട് കുറെ ആൾക്കാരെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് നമുക്ക് തലവേദന സൃഷ്ടിച്ചെന്നല്ലാണ്ട് ഒരു പ്രയോജനം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മുടെ സംഘടനയ്ക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ഒരു കുറച്ച് ആൾക്കാരെ വേണം. അപ്പം ചില എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മാറുകയെന്ന് പറഞ്ഞു, അവരുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി മാറുന്നെന്ന് പറഞ്ഞു. അപ്പം പ്രവർത്തിക്കാനുള്ള നമുക്ക് കുറച്ച് പേര് ആരാണ് ഇപ്പം മാറുന്നതെന്നറിയ ആ സ്ഥാനത്തേക്ക് നിങ്ങൾ നിർദ്ദേശിക്കുന്ന നമുക്ക് സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആൾക്കാര് മോഡൽസിനെ ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഫസർമാരായിട്ട് വരാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് വരണമെന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇല്ലെങ്കിൽ കാര്യമില്ല. ഒരു ലോകങ്ങളിലേക്ക് വെച്ചാൽ ഞാൻ കാണും, ജോസാറ് കാണും, നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു വർഷം നമ്മൾ എന്തൊക്കെ ചെയ്ത് സംഘടന എങ്ങനെ വളർത്തും, 2 പടം എങ്ങനെ ചെയ്യും എന്ന് വളരെ ആലോചിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള, അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ളത് മാത്രം വരുവാണെങ്കിൽ അവർക്ക് പ്രയോജനം കാണുന്നു. അപ്പൊ അങ്ങനെയുള്ള താല്പര്യമുള്ളവർ പറയുക. നമ്മൾക്കറിയാം ഒന്നാമത്തെ വർഷം എത്ര പ്രൗഢിയോടാണ് നമ്മളിത് തുടങ്ങിയത് നമുക്കറിയാം. അപ്പൊ 4ാമത്തെ വർഷം ഈ നിലയിലാണ്. അടുത്ത വർഷം എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റത്തില്ല. ശരി, അപ്പം അത് നമ്മൾ തന്നെ തീരുമാനിക്കണം അതെങ്ങനെ ഉണ്ടാവണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ളവർ 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ വന്നില്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യണം, നിർബന്ധമായും. അനാവശ്യമായി എക്സിക്യൂട്ടീവിലേക്ക് ആളെ എടുക്കുന്നത് വ്യക്തമായ കാരണം ഉണ്ടാവണം. അതിനകത്ത് രേഖാമൂലം എഴുതി എക്സിക്യൂട്ടീവ് അറിയണം. അത് നിയമം നടപ്പിലാക്കിയിട്ട് അതുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ കാര്യം ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു എത്ര പേരാണ് കമ്മിറ്റി വിടുന്ന അറിയില്ല, ഏകദേശം 10 അമിതമായിട്ട് എക്സിക്യൂട്ടീവ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് വരുന്നില്ല. മാത്രമല്ല ഒരു മറുപടിയും പറയുന്നില്ലാതെ വെറുതെ എക്സിക്യൂട്ടീവ് അങ്ങനെ ഇരുന്നില്ല. നമുക്ക് കാര്യമായ ഒരു ചർച്ച വേണം. പിന്നെ എനിക്ക് തോന്നുന്നു എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ അതുണ്ട് തോന്നുന്നു ഗ്രൂപ്പുകൾ, സെക്രട്ടേറിയറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഉണ്ടാവും ഇല്ല? അതിനകത്ത് വരുന്ന ഗ്രൂപ്പ് ഒരു വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, അതുപോലെ ഗ്രൂപ്പ് ഉണ്ടാവും. അത് വേറെ ഗ്രൂപ്പ് ഉണ്ടാകണം. അല്ല അതുകൊണ്ട് എക്സിക്യൂട്ടീവ് ഞാൻ പഠിച്ച ഞാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സെക്രട്ടറിയാണ്, സംഘടനയ്ക്ക് രക്ഷാധികാരിയാണ് ഒരു സംഘടനയുടെ. അപ്പോ ഒരു സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്, ഒരു 8-9 ആളുകൾ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് പോലെയാണ്. ഓഫീസിലായി, അതെ, ഓഫീസിലായി ചർച്ച ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതുപോലെ ഈ കമ്മിറ്റിയിൽ ആളെ ഉൾപ്പെടുത്താം. ശക്തമായ കമ്മിറ്റി ആയിരിക്കണം, നല്ല പവർഫുൾ ആയിട്ട് കമ്മിറ്റി ആയിരിക്കണം. നല്ല ഇടാകൂടാന്ന് പറഞ്ഞ കമ്മിറ്റി ശരിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി 10 പേരേ ഉള്ളൂ. 9 പേര് വെച്ച് കൂടുതൽ, പിന്നെ വീണ്ടും ഒരു എക്സിക്യൂട്ടീവ് 10 പേര് വെച്ച് ആ കൂടി 10 പേരേ ഉള്ളൂ. അപ്പൊ അതാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത്. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്കിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാൻ സമയം. ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമുള്ള ആളാണെന്ന് പറഞ്ഞു, നിങ്ങൾ കൊള്ളാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല, പിന്നെ നിങ്ങൾ എക്സിക്യൂട്ടീവിൽ ഉപദേശ സമിതിയിലേക്ക് മാറി. ഉപദേശ സമിതി വരുമ്പോൾ എക്സിക്യൂട്ടീവ് നിൽക്കണം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഞങ്ങൾ വരുമല്ലോ. ഓൾറെഡി ഞങ്ങൾ അതിനകത്ത് ഉൾപ്പെടും. നിങ്ങൾക്ക് ക്ഷണിക്കാം, ഞങ്ങൾ വരും. ഞങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും സ്ഥാപകർ എന്ന നിലയിലായിക്കോളൂ. ഉപദേശ സമിതി വേണം, സ്ഥാപകർ എന്ന നിലയിലായിക്കോ. അന്നേരം സുനിസാറിനെ നമ്മൾ മാറ്റണ്ടേ? അത് പറ്റത്തില്ലല്ലോ. ഒരു പ്രശ്നമില്ല. ഗോൾഡ് സ്റ്റോമിന്റെ അത്ര തന്നെ 100% വീഡിയോയിൽ തന്നെ കൊണ്ടുപോകും. അതായത് ഉപദേശ സമിതി നമ്മൾ വെച്ചതിന് കാരണം വേറെ ഒന്നുമല്ല. നമ്മൾ നിയമാവലി വായിച്ചിരുന്നു. ഉപദേശ സമിതി നമുക്കൊരു 3-5 പേരെ വെക്കാമെന്നുണ്ടായിരുന്നു. നമ്മൾ സിനിമയിലുള്ള വലിയ വലിയ ആൾക്കാരെയൊക്കെ വെക്കാമെന്ന് ആഗ്രഹിച്ചാണ് അത് എഴുതി വെച്ചത്. പക്ഷേ നമ്മളുടെ സൊസൈറ്റി ആയതുകൊണ്ടും നമ്മളുടെ സിനിമകളൊന്നും നടക്കാത്തത് കൊണ്ടും നമുക്ക് ഒരാളുടെ അടുത്ത് എന്നിട്ട് നമ്മളുടെ ഗോൾഡ് സ്റ്റോമിൻ്റെ ഉപദേശ സമിതി ആകാൻ പറയാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിരിക്കരുത് ഉപദേശക സമിതിയിൽ നിന്ന് നമ്മുടെ നിയമാവലിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞങ്ങൾ മാറുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശക സമിതിയിലേക്ക് മാറുന്നത്. അപ്പോൾ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വരികയും ചെയ്യും. നമ്മുടെ ചർച്ചകളും നമ്മുടെ നേതൃത്വവും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യട്ടെ എന്ന് വെച്ചാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ 11 പേര് വന്നതിൽ 3 പേര് ഓൾറെഡി ജിൻസസ് ഉപദേശക സമിതിയിലേക്ക് മാറുന്നു. 4ാമത് ബിജു ചേട്ടന് ഉപദേശക സമിതിയിലേക്ക് മാറുന്നില്ലല്ലോ, മെമ്പറായിട്ട് നിൽക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി ബിജു ചേട്ടനെ വിളിക്കുക. ബാക്കിയുള്ള ഒരു 10 പേരെ സെലക്ട് ചെയ്യണം. 10 പേരെ പകരം എത്ര പേര് വേണം നോക്കിയാൽ മതി. 4 പേര് എനിക്ക് അതിനകത്ത് ഞാൻ തീരെ അനുകൂലമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ ഒരു 3 പേരും കൂടി എടുത്താൽ ഭൂരിപക്ഷം പറയാം. ഞാൻ ഒരു കാര്യം പറയാം, 3 പേരും കൂടി എടുത്താൽ മതി. പ്രോജക്റ്റുകൾ നടക്കണം. നമുക്ക് ഉപദേശങ്ങൾ നമ്മളൊരു കാര്യം അതിനകത്തോട്ട് നമ്മുടെ ബോർഡ് എക്സിക്യൂട്ടീവ് പറയുമ്പോൾ നമ്മളത് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വെക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് ഉപദേശം തന്നാൽ നമ്മുടെ പ്രൊജക്ട് നടക്കൂ. അത് എന്റെ ചോദ്യം അതാണ്. ഞാൻ തുറന്നു തിരിച്ചാൽ ഒരു പടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വർഷങ്ങളായിട്ട് അതിൽ തന്നെ നമ്മൾ 2 വർഷമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നടക്കാത്തത് ഞാൻ തെറ്റുകാരനല്ല, നിങ്ങൾക്ക് എല്ലാവരും. പക്ഷെ അപ്പൊ ഞാനിപ്പോ ഒരു അടുത്ത പ്രൊജക്റ്റ് ആയിട്ട് ഇറങ്ങുക. അപ്പൊ ഈ കോളേജ് ഇത്ര 20 ആൾക്കാരുടെ ഇടയ്ക്ക് ഇപ്പൊ നമ്മുടെ ജിൻസാർ ഒരു പ്രൊജക്ട് ഇറങ്ങും. അപ്പൊ എന്റെ പ്രൊജക്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഉപദേശ സമിതി പറഞ്ഞു അത് വേണ്ട മറ്റേതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെ ഉപദേശം പാടില്ല. കാര്യം വളർന്നു വരുന്ന ആൾക്കാർക്ക് ഉപദേശക സമിതിയിലുള്ള ആൾക്കാരുടെ ഉപദേശം നിങ്ങൾ ഭരണസമിതി സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനം എടുക്കാനുള്ള വിവേചനാധികാരം ഭരണസമിതിക്കുണ്ട്. അവര് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് ഒരു 3 പേരും കൂടി എക്സ്ട്രാ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നു എന്നേ ഉള്ളൂ. അവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ആകരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാറി ഉപദേശക സമിതിയിലേക്ക് മാറുന്നത്. അത് നിങ്ങൾക്ക് ഉപദേശം വേണ്ട എങ്കിൽ അത് സ്വീകരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഉപദേശക സമിതിയിലേക്ക് മാറാതെ ഞങ്ങൾ വെറും മെമ്പർമാരായി നിന്നോളാം. ഞങ്ങൾക്ക് 4 പേര് മാറുന്നതിന് പകരം പുതിയ 4 പേരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എടുത്ത് 10 പേരായിട്ട് മാറ്റുക. 3 പേരെ എടുത്താൽ മതി അല്ലേ? 3 പേരെ കൂടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എടുക്കുക. ഉപദേശക സമിതി തൽക്കാലം നമുക്ക് വേണ്ടത് നോക്കാം. ഇതിന്റെ ബൈല റെഡിയാക്കണം, ഇതിന്റെ റെന്റ് കൊടുക്കണം. ഇതിനൊക്കെ കുറെ പേര് ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതൊക്കെ അങ്ങ് നടക്കും. പക്ഷെ ഈ പുതിയ ആളുകൾ വരുമ്പോൾ അത് ചെയ്യാൻ അതിന്റെ പറയാനുള്ള കാര്യങ്ങളൊക്കെ അത് അവർ ചെയ്തോളും. അത് അവർ ഭരണസമിതി ചെയ്തോളും. ശരിക്കും നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ തീരുമാനിക്കുന്നതല്ല. നിങ്ങൾ പറയുക സമിതി വേണ്ടെങ്കിൽ വേണ്ടെന്ന് നോക്കാം. അല്ല ഇപ്പൊ ഇല്ല, അത് ഞങ്ങൾ മാറാൻ തീരുമാനിച്ചത്. ഞങ്ങൾ എന്തായാലും 3 പേര് മാറാൻ തീരുമാനിച്ചു. ഇത്രയും പേര് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾ എന്ത് പറയുന്നത് അതുപോലെ ഇവിടെ നടക്കും. ഇത്രേ ഉള്ളൂ. ഈ പേരിലാണ് പ്രശ്നമൊന്നും. ഉപദേശക സമിതി ഉപദേശം അത് മാറിയിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ ക്ലബുകളിൽ ചെയ്യേണ്ടത് മുൻ ഭാരവാഹികൾ എക്സ് ഒഫീഷ്യേറ്റ് വെക്കും. അവർ കമ്മിറ്റി കൂടുമ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അഭിപ്രായം കൊടുക്കും. അത്രേ ഉള്ളൂ. ഒരു പേര് കൊടുക്കുന്നതാണല്ലോ ഉപദേശക സമിതി. അത് വേണ്ട എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് സെക്രട്ടറി ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ ഈ ലെവലിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഈ 3 പേരും അതിൽ ഉൾപ്പെട്ട ആൾക്കാരാണ്. സിയാസാർ ആണെങ്കിലും ബിൻസാർ ആണെങ്കിലും സെൻസർ ആണെങ്കിലും അപ്പം അവരെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ചെയ്യാൻ പറ്റില്ല. ഉപദേശക സമിതി എന്ന് പറയുന്നത് പ്രസിഡന്റ് പറഞ്ഞത് ഇതിന്റെ ഭാവി പരിപാടികളിലേക്ക് വരുന്ന പ്രശ്നങ്ങളാണ് പ്രസിഡന്റ് പറഞ്ഞത്. എന്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സംഘടനയുടെ പ്രവർത്തന മേഖലയിൽ ഇവരുടെ സഹായം എന്തായാലും ആവശ്യമാണ്. അപ്പൊ അതിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഒരു സ്ഥാനം അവർക്ക് നൽകേണ്ടതാണ്. ഉപദേശക സമിതി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പ്രൊജക്ട് നടക്കാനായിട്ട് വരുമ്പോൾ ഇവർ എന്തെങ്കിലും ഒരു തടസ്സവാദം ഉന്നയിക്കുമോ എന്നുള്ളതാണ് പ്രസിഡന്റ് പറയുന്നത്. പ്രസിഡന്റ് ഇപ്പൊ ഒരു പ്രൊജക്ട് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരികയാണ് നമ്മുടെ ഇതില്. അപ്പൊ ഈ ഉപദേശക സമിതി വന്നിട്ടും ഉപദേശക സമിതിക്ക് ഒരു അധികാരം ഉണ്ടാവും. ആ ഒരു ഇതിന് മേലൊരു സ്വാധീനം ആയിക്കോട്ടെ. എക്സിക്യൂഷൻ അല്ല ഇവിടെ, എക്സിക്യൂഷൻ അല്ല ഭരണസമിതി തന്നെ ഒരു സ്വാധീനം ചെലുത്താൻ ഉപദേശക സമിതിക്ക് അധികാരം ഉണ്ടാവും. അത്
തള്ളിക്കളയാൻ വേണ്ടെന്നുള്ള പൊതുയോഗം തീരുമാനിക്കപ്പെട്ടുള്ളൂ. കാരണം പൊതുയോഗം തീരുമാനിച്ച ഉപദേശ സമിതിയാണ്. അപ്പൊ പേരിനല്ല വിഷയം, പേരിനല്ല ഞാൻ പറയുന്നത്. അവരുടെ പ്രവർത്തന മേഖല സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുക. ഭാവി പരിപാടികളിൽ എന്തെങ്കിലും വ്യക്തമായ തീരുമാനമാണെന്നുണ്ടെങ്കിൽ ഒന്നിലെ പൊതുയോഗം തീരുമാനിക്കുക. എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചിട്ട് അത് പൊതുയോഗത്തെ അറിയിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിലെ അറിയിച്ചിട്ട് അത് ഗ്രൂപ്പിന്റെ സമ്മതം പൊതുയോഗത്തിന്റെ മെമ്പർമാരുടെ സമ്മതമാണ്. എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഈ ഭാവി പരിപാടികളിലേക്ക് ഉപദേശ സമിതിയുടെ ഉപദേശം കിട്ടി അത് തടസ്സം വന്നു അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകാത്ത രീതിയിൽ. എന്നാൽ ഇവരുടെ സേവനം ഈ സംഘടനയ്ക്ക് ആവശ്യമാണ്, അത് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ഉപദേശ സമിതി എന്നുള്ള പേര് വളരെ തെറ്റൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രവർത്തന മേഖല ഈ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക്, അതായത് സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് മാത്രമായിട്ട് നിജപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതൊരു സപ്പോർട്ടിംഗ് പാനലിനോ പാടാകുമ്പോഴത്തേക്ക് നമുക്ക് ഉപദേശം എന്നുള്ളൊരു വീടുകൊണ്ടായിരിക്കാം. ഈ സപ്പോർട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ജിസാറും ശിവസാറും ഇതിലിപ്പം ഉപദേശക സമിതിയായിട്ടാണ് പോകുന്നത്. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ സഹായം നമുക്ക് എന്തായാലും വേണം. നമുക്കൊരു കോണ്ടാക്ട് ഇപ്പൊ ഇത്രയും വർഷത്തെ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന് നമുക്ക് ഒരു പ്രൊഡ്യൂസർ വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് എടുക്കണമെങ്കിൽ അത് പുള്ളിക്കാരനെ കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. അത് ഹെൽപ്പ് നമുക്ക് ചെയ്തു തരുക. അതാണ് നമുക്ക് ഇതിൽ ആവശ്യം. കാര്യം നമ്മളെല്ലാം പുതിയ ആൾക്കാരാണ്, നമുക്ക് വലുതായിട്ടുള്ള കോണ്ടാക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർക്ക് അതിന് മുമ്പുള്ള പരിചയമുണ്ട്, എക്സ്പീരിയൻസ്ഡ് ആണ്. അവർക്ക് ഒരാളുടെ അടുത്ത് എങ്ങനെ എത്തിച്ചേരണം, എവിടെ പോകണം, അവരെ കോണ്ടാക്ട് എങ്ങനെയാണ്, അവരുടെ മാനേജർ ആരാണ് എന്നുള്ളതെല്ലാം അവർക്കറിയാം. അപ്പൊ അത് ഈ ഒരു ഗോൾഡൻ ഷോപ്പ് വളരാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഒരു കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ഷോപ്പും പ്രതീക്ഷിക്കും. എന്റെ അനുഭവമാണ്. നാലാമത്തെ വർഷമാണ് ജനംകൂടി നാലാമത്തെ വർഷമാണ്. അപ്പൊ നമ്മൾ വന്ന കാലം മുതലേ അറിയുന്നവരാണ് സാറും അവരെ ഈ സിനിമാ ലോകത്തെ പറ്റിയും അതുപോലെ ഈ നമ്മുടെ സൊസൈറ്റിയെ പറ്റിയൊക്കെ നല്ല അറിവുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവർ നിലനിർത്തി ഈ ഉപദേശക കമ്മിറ്റി എന്നാണ് പേരിന്റെ പ്രശ്നമാണെങ്കിൽ അത് മാറ്റി അഡ്വൈസറി കമ്മിറ്റി എന്നാക്കാം. അവർ നിലനിൽക്കണം. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാതലായ വിഷയങ്ങൾ വരുമ്പോൾ ഗ്രൂപ്പിൽ തന്നെ ലെഫ്റ്റ് അടിച്ച് പോകുന്ന ഒരു പ്രസിഡന്റ് അയാൾക്ക് ഉപദേശം പാടില്ല എന്ന് അയാൾ വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടെയുള്ള ഈ സംഘടനയ്ക്കുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയാതെ പറഞ്ഞതാണ്. അത് തിരിച്ചറിയാൻ എല്ലാവരും ശ്രമിക്കുക. അതിനനുസരിച്ച് പുതിയ കമ്മിറ്റി ഉണ്ടാക്കുക. മറ്റൊന്നും ഞാൻ പറയുന്നില്ല. അതാണ് അതിന് ശരി. എന്നാലേ സംഘടന മുന്നോട്ട് പോകുന്നത്. ഞാനൊരു പടം ചെയ്തു. ഞാൻ ഞാനൊരു പടം ചെയ്തു. അത് പടം ചെയ്തത് മിക്ക ഒരു 70% ആൾക്കാർക്ക് അത് എന്നോട് സപ്പോർട്ടും ഞാൻ ചെയ്ത പടത്തെ കുറിച്ച് നല്ല കാര്യങ്ങളും ഇതെല്ലാം പറയുകയാണ്. ആ ആവശ്യമില്ലാതെ വന്നിട്ട് അത് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞ മോശം. ആവശ്യമില്ലാതെ വേറെ ആവശ്യക്കാരുടെ പ്രേരണയാൽ വന്നിട്ട് എന്നെ അതും ഇതും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ എല്ലാവർക്കും പറയാം. എന്റെ ക്ഷമ 4 വർഷത്തെ എന്റെ ക്ഷമ ഞാൻ ഒരു അക്ഷരം പോലും പറയാത്ത ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ പറ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. പ്രാവശ്യമെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ കാര്യമുണ്ട്. അത് പറയാനുള്ള അധികാരം പ്രസിഡന്റ്. പക്ഷെ പ്രസിഡന്റ് പോയിട്ട് തിരിച്ചു വന്നല്ലോ, പോയിട്ട് നാടുകളിലല്ലോ. അങ്ങനെ പറഞ്ഞു പ്രസിഡന്റാ അധികാരത്തോടെ ഒന്നും പറയാനുള്ള ധൈര്യം ഇവിടെ ഉണ്ട്. 3 പേര് ഒരുമിച്ച് മാറാനുള്ള റീസൺ ഉണ്ടാവില്ല. എന്താണ് ആ റീസൺ? അതൊന്ന് പറയാം. എനിക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം ഞങ്ങളിവിടെ ഈ 10 പേരായിട്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനം ഞങ്ങൾ ഇന്ന് ഭയങ്കര ബന്ധങ്ങളാണ്. ഞങ്ങൾ സഹകരിക്കുന്ന പോലെ പുതിയ അംഗങ്ങളൊന്നും ഇതുപോലെ സഹകരിച്ചായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അതുപോലെ ബന്ധവും ഞങ്ങൾക്ക് ഒരു ഞാൻ പറഞ്ഞോട്ടെ. അപ്പം ഇതിനകത്ത് ചില അഭിപ്രായം
വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും ഇന്നും ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധങ്ങൾ വളരെ വലിയ ബന്ധങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഒരു കുടുംബത്തെപ്പോലെ തന്നെയാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും സഹായിക്കും. പക്ഷെ ആ ഒരു ചെയിൻ കറക്റ്റായിട്ടാണ് മുന്നോട്ടിരിക്കുന്നത്. പക്ഷെ മറ്റുള്ള ആളുകൾക്കും അവസരം കൊടുക്കുക എന്നുള്ളൊരു ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ഒരു മീറ്റിംഗ് വിളിച്ചു. അതിൽ ആ 22 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഒരു പകുതി ആൾക്കാരെ മറ്റേ ഇതിൽ ജോയിൻ ചെയ്തു. അതൊന്നും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പലരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഇങ്ങനെ അടുത്ത രണ്ടാമത്തെ മീറ്റിംഗ് വിളിച്ചപ്പോഴും ഇതുപോലെ 10-12 പേര് വന്നു. അപ്പോൾ അതിൽ നിന്നുള്ളവരെല്ലാവരും കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആവാണ്ട് വേറെ നിവർത്തിയില്ല. കാര്യം അന്ന് ഈ ഗോൾഡൻ സ്റ്റോണിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാരൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ ഇതിൽ വന്നത്. അപ്പോൾ ഈ ജിൻസ് പറഞ്ഞ ഒരു വിഷനുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ ഐ ആം എൻ എഞ്ചിനീയർ. എനിക്ക് സിനിമ ഫീൽഡുമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. അപ്പോൾ എൻ്റെ പ്രധാന ഉദ്ദേശം ഒന്ന് നെറ്റ്വർക്ക് ചെയ്യാന്നുള്ളതാണ്. സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്ത് കുറേ ആൾക്കാരെ അറിയാം, പരിചയപ്പെടാം എന്നുള്ളതിനായിരുന്നു. ജിൻസ് ഈ പറഞ്ഞ സംഭവം പറഞ്ഞ അന്ന് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇപ്പോഴും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. എനിക്ക് ആ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഗോൾഡൻ സ്ട്രോമിൻ്റെ വിഷൻ, അതായത് നമ്മൾ സിനിമ ഫീൽഡിൽ ഒന്നും ആകാതെ ഏറ്റവും താഴത്തെ തട്ടിൽ കിടക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പം നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുവരെയും സിനിമ ഫീൽഡിൽ ചെയ്യാത്ത വിധത്തിൽ ഉള്ള പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ച് അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി സിനിമ എടുത്ത് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി ഈ അംഗങ്ങൾക്ക് ഷെയർ കൊടുക്കുക, പ്രവർത്തനം മൂലം തന്നെ കണ്ടെത്തുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അത് അത്ര പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് ഞാൻ രണ്ടാമത്തെ മീറ്റിംഗ് മുതൽ പറയുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഇത്രയും പേര് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ വിഷൻ കാരണം നമ്മൾ അതിലോട്ടൊന്നും പോയി. ഞാൻ അഗെയിൻ നമ്മളെന്താണ് യു ഷുഡ് നോട്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. നമ്മളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇവിടെ നമ്മളെല്ലാം കൂടെ ഒരു പ്രോജക്റ്റിൽ കൊണ്ടിരിക്കും. അതിന് കുറേ ചരിത്രമുണ്ട്. ആദ്യം ഒരു സജൻ എന്ന് പറഞ്ഞ ഒരു ആളുടെ ഒരു നോവൽ എടുത്തു. അത് സിനിമയാക്കാൻ പോയി. അവസാനം അവിടെ എന്തോ പ്രശ്നം വന്നു. അപ്പോൾ ഒരു 6-7 മാസത്തെ എഫേർട്ട് അങ്ങ് മാറി. അപ്പോൾ ഇങ്ങനെ പല പല പ്രോജക്ട്സ് എടുക്കും, അതിൻ്റെ പുറകെ പോകും. അത് വീണ് കഴിയുമ്പോൾ പിന്നെയും സീറോയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭാരനാടോ അല്ലാണ്ട് വേറെ നമുക്ക് കാണിക്കാൻ കിട്ടില്ല. ഞങ്ങൾ കുറച്ച് പേര് 1-2 ഷോർട്ട് ഫിലിമൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ ഒരു ഞാൻ വിചാരിച്ചത് എക്സിക്യൂട്ടീവ് ആണ് ഞങ്ങൾ നമുക്ക് ഇപ്പോൾ വർമ്മ സാറിന് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്ത ആൾക്കാരില്ല. ഡയറക്ടർ ജോഷിയെ നേരിട്ട് വിളിച്ചിട്ട് കഥ പറയാനൊരു അപ്പോയിൻമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ വേണ്ട തരം കുറച്ച് സിനിമകളുണ്ട്. അതായത് എന്താണ് ഒരു തണ്ണിമത്തൻ പോലൊരു പ്രണയകഥ, അല്ലെങ്കിൽ ഒരു ചെറിയ ത്രില്ലർ, ഒരു 4-5 കോടി രൂപയിൽ താഴെ കാവുകളും, അല്ലെങ്കിൽ നല്ലൊരു കോമഡി ഫിലിം. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഗോൾഡൻ സ്ട്രോമിൻ്റെ വഴി സിനിമ ചെയ്യാൻ അത് പരിശ്രമിച്ചോട്ടെ, നടന്നോട്ടെ, ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ല. പക്ഷെ അല്ലാണ്ട് നമ്മളുടെ ഇത്രയോ പേരിൽ നമ്മുടെ ശരിക്കും മൂലധനമില്ല. ഇത്രയും പേരുടെ എഫേർട്ട് ഇടാനുള്ള മനസ്സാണ് അല്ലേ? അല്ലാണ്ട് നമുക്ക് ഇത്രയും പേര് വിചാരിച്ച് നമുക്ക് ചെയ്യാവുന്ന എല്ലാ പൈസ എടുത്ത് ഇതിട്ടാൽ പോലും ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റാവുന്ന സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരില്ല. അപ്പോൾ നമ്മളുടെ മൂലധനം എന്ന് പറയുന്നത് നമ്മളുടെ എഫേർട്ട് ഇടാനുള്ള ഒരു മനസ്സും നമ്മുടെ ടാലൻറ്റുമാണ്. അത് വെച്ചിട്ട് ചെയ്യാവുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ഒരു 2-3 ഇൻഡസ്ട്രിക്ക് വേണ്ട തരത്തിലുള്ള സിനിമകൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടേഴ്സിൻ്റെയോ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് പോയി അവർക്കാർക്കെങ്കിലും ഇഷ്ടപ്പെട്ട അവർ പെട്ടെന്നൊരു പ്രോജക്റ്റ് ആകും. അല്ലെങ്കിൽ ഗോൾഡൻ സ്ട്രോം പേര് ചിലപ്പോൾ വരില്ല. പക്ഷേ നമ്മളുടെ അംഗങ്ങൾക്കും ഇതിനൊക്കെ നല്ലൊരു ബ്രേക്ക് ആവും. ഇവിടെ പലരും ബ്രേക്ക് കിട്ടാതിരിക്കുന്നത് എന്താണ്, നമ്മൾ സിനിമയിൽ കോൺടാക്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ സാധിച്ചെടുക്കാൻ നോക്കി പലരിടത്തും. ഞാനിപ്പോഴും അതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സക്സസ്ഫുൾ ആവുമെന്ന് ചോദിച്ചാൽ ആക്ച്വലി സക്സസ്ഫുൾ ആവും. കാര്യം ഞങ്ങൾ കഴിഞ്ഞ മാർച്ചിലോ ഫെബ്രുവരി ഞാനും ജിൻസും കൂടെ ഒരു കഥ പോയി സൈജു ഗ്രൂപ്പിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ സൈജു ഗ്രൂപ്പിന് അത് അത്ര കൃത്യമായിട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പക്ഷെ അത് സൈജു ഗ്രൂപ്പ് ബെസ്റ്റ് അടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പ്രോജക്റ്റ് ആയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളത് അൽത്താഫിൻ്റെ അടുത്ത് പറഞ്ഞു. അൽത്താഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കഥ ഇഷ്ടപ്പെട്ടു, തിരക്കഥ അയച്ചു കൊടുത്തു. തിരക്കഥ ഇഷ്ടപ്പെട്ടു, ചേട്ടാ നമുക്ക് 2 മാസം കഴിഞ്ഞ് ഇരിക്കാം, കുറച്ച് കാര്യമുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിതിന് പ്രൊഡ്യൂസറും ഉണ്ട്, ഞങ്ങളൊരു ഡയറക്ടറും ഉണ്ട്, അതുമായിട്ട് പ്രോജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ
ഇങ്ങനെയുള്ള രീതിയിലും നമുക്ക് ഗോൾഡൻ സ്ട്രോങ്ങിൽ മുന്നോട്ട് പോവാം. കാര്യം നമ്മളുടെ എല്ലാവരുടെയും റസാഖിൻ്റെ കുറേ കോൺടാക്ട്സ് ഉണ്ട്. നമ്മളുടെ എല്ലാവരുടെയും കോൺടാക്ട്സ് എടുത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ എങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് മുന്നോട്ട് പോകാം, എങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്നുള്ള ഒരു കാര്യം കൂടെ ചിന്തിക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു രീതിയിൽ ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ഇല്ല ഇവിടെ. അപ്പോൾ അതെനിക്ക് ഒരു വലിയൊരു പരാതിയായിട്ട് ഞാൻ എല്ലാ മീറ്റിങ്ങുകളിലും ഉന്നയിക്കാറുണ്ട്. അപ്പോൾ വൺ ഓഫ് ദ റീസൺസ് ദാറ്റ് എന്താണ് ഞാൻ മാറാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അതിനി നടക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് വേറെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിലേക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ മാറുന്നത്. ഓക്കെ, താങ്ക് യു. നന്നായിട്ട് പ്രവർത്തിക്കണം. ആഗ്രഹമുള്ളവർ മുന്നോട്ട് വരിക, അവരെ മറ്റുള്ളവർ തെരഞ്ഞെടുക്കുക. അല്ല അല്ല, പുതിയ പുതിയ ആളുകൾ വരണം. പുതിയ ആളുകൾ വരണം. എല്ലാ അർത്ഥത്തിലും ഗോൾഡൻ സ്റ്റോണിന് വേണ്ടി വർക്ക് ചെയ്യാൻ മനസ്സാലെ തയ്യാറായിട്ട് വരുന്നവരാണെങ്കിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പ്രവർത്തിക്കണം ഗോൾഡൻ സ്റ്റോണിന്. ഇനി പ്രവർത്തിച്ചാലേ ഇതിന് നടക്കുള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടെ 5 പേരെ ചേർത്തു. 15 പേര് ഒരു കാര്യമില്ല. നമുക്ക് അതാണ് പ്രവർത്തിക്കാത്തവരുടെ മനസ്സിലാക്കുക മാറി. പ്രവർത്തിക്കുന്നത് ഞാൻ പണം നിർദ്ദേശിക്കുക. അത് ശരിയാണ്. കാർഡ് മാത്രമല്ലല്ലോ, മീറ്റ്, എക്സിക്യൂട്ടീവ് മീറ്റ്. ശരി ഓക്കെ, സമ്മതിച്ചു. അപ്പൊ ഞാൻ നിർദ്ദേശിക്കാം. എനിക്ക് എന്നാ എനിക്കിത് പുറകോട്ട് പോകാൻ കഴിഞ്ഞു. ഞാൻ നിർദ്ദേശിക്കാം. ആരാ? അൻസാറിന്റെ ഞാൻ നിർദ്ദേശിക്കുന്നു. പറ്റുമോ? പറ്റുന്നില്ല. ജിനീഷ്, പുള്ളി പറയാൻ കുറെ മെമ്പർമാർ ചെയ്തു. അത് നല്ല ഇതാണ്. അല്ല, കുറെ ആൾക്കാർ ഇപ്പം നമ്മുടെ സിനിമയിലുള്ളതൊക്കെ ചെയ്തു. ട്രെയിലറുകൾ സിനിമ ചെയ്തല്ലേ, നമ്മുടെ സിനിമ ഇരിക്കട്ടെ. ഇവിടെ ഇരുന്നോ? ഇവിടെ ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ ഡയറക്ടറുടെ കുറവ് ഞാൻ പറഞ്ഞ ആരും മെമ്പർഷിപ്പ് എടുക്കുകയില്ല. ഡയറക്ടർ പറഞ്ഞ മെമ്പർഷിപ്പ് അതുകൊണ്ടൊക്കെ ഒരാളുകൂടി ഒരാളുകൂടി വേണം. നമ്മളിപ്പോ ഇത്രയും ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്. സ്വയം ഞങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? മൈൻഡിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറയോ? ആരെങ്കിലും ഉണ്ടോ? സ്വയം വരണം. അവരിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവോ? അതുകൊണ്ടാ പറഞ്ഞത്. വാ, സ്വയം തോന്നിയിട്ട് വാ. ശാന്ത ശിക്ഷകളെ ഓക്കെ അല്ലേ?
അപ്പൊ സുരേഷ് സാറ് വായിക്കുന്നു. 10 പേരുടെ പേര്. എല്ലാവരും കണ്ടു നോക്കണം. ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കണം. സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയതായിട്ട് ചേർന്നവരടക്കം ടോട്ടൽ മെമ്പർമാരെ വായിച്ചു മെമ്പർമാരെ വായിക്കുകയാണ്. ഇത് നമുക്ക് ഇതുവരെ ഉണ്ടായ മൈനസുകൾ വരാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. അതേപോലെ ഞങ്ങൾ മാത്രം പോരാ, മെമ്പർമാർ എല്ലാവരും ഉണ്ടാവണം കൂടെ. പേര് വായിക്കുകയാണ്: ബോണസ് സാറ്, അഷ്റഫക്ക, പിന്നെ ഗിരീഷ്, സുനില്, ശൈലജ, അൻസാർ, ജിനേഷ്, പ്രയാം, തീർത്തേഷ്. അത് എഴുതിണ്ടായിട്ടുണ്ട്. തീർത്തേഷ് ടോട്ടൽ 10 പേരായിട്ടുണ്ട്. പോലെ